അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ബീഫ് മന്തിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 3/4 കിലോ ബീഫാണ്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുക്കേണ്ടത്. എല്ലും നെയ്യും എല്ലാം ചേർത്തിട്ടുള്ള ബീഫ് എടുക്കണം, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം അരിഞ്ഞത്, സവോള, തക്കാളി, പിന്നെ ബീഫ് സ്റ്റോക്ക് കിട്ടുവാണെങ്കിൽ അതും, പിന്നെ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത്, മൂന്നും കൂടെ ചതച്ചത് 2 ടേബിൾ സ്പൂണും, പിന്നെ സ്പൈസസ് ആയിട്ട് ചേർക്കുന്നതെന്ന് പറയുന്നത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ പൊടികളായിട്ടൊന്നും ചേർക്കുന്നില്ല. പിന്നെ പെരിഞ്ചീരകവും കൂടി ചേർക്കുന്നുണ്ട്. പൊടിച്ചുണ്ടെങ്കിൽ അത് ചേർക്കാം. എൻ്റെ പൊടിച്ച ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വോളായിട്ടുള്ളത് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിയും പച്ചമല്ലിയും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 3/4 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കരുത്. സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ എന്ത് ഓയിലാണേലും, വേറെ എന്ത് ഓയിലാണേലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ കൊണ്ട് ഇളക്കിയാൽ കയ്യിൽ ഓയിലാകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാൽ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പം നമ്മൾ നാളെയാണ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ഇത് നല്ലോണം മിക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് തന്നെ ജോലി തീരും. എന്നിട്ട് ഇതുപോലെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിതെടുത്ത് വെക്കുന്നത്. ഇനി ആ നേരം കൊണ്ട് നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള അരി കഴുകി കുതിരാൻ വെക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുക. ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ പാകിസ്ഥാനി ബീഫാണ് എടുത്തേക്കുന്നത്. ഒരു 6 വിസിലോളം ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനി ബീഫാണ് ഇവിടെ എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ബീഫ് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഈ ബീഫെല്ലാം മാറ്റി വേറൊരു പാത്രത്തിലെടുക്കുക. വെള്ളമില്ലാതെ ബീഫ് മാത്രം മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കുക. എന്നിട്ട് ഏതിലാണോ നമ്മൾ മന്തി വെക്കുന്നത് ആ മന്തിയിലോട്ട്, ആ വെക്കുന്ന പാത്രത്തിലോട്ട് ഈ ബീഫിൻ്റെ സ്റ്റോക്കും ഈ എല്ല് മാത്രം ഉണ്ടല്ലോ, എല്ല് പീസും കൂടി അളന്ന് ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ഞാൻ എക്സ്ട്രാ സാധാ വെള്ളമായിട്ട് 1 ഗ്ലാസ് വെള്ളമേ എക്സ്ട്രാ ചേർത്തിട്ടുള്ളൂ. അതായത് ഞാൻ 2 ഗ്ലാസ് അരി എടുത്ത് അതിന് 4 ഗ്ലാസ് സ്റ്റോക്ക് വാട്ടറും സാധാ വെള്ളം കൂടെ ചേർത്ത് ടോട്ടൽ 4 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിലോട്ട് നമ്മൾ ഒരു ഉണക്ക നാരങ്ങായും കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക. ഇട്ട് വെള്ളം നല്ലോണം തിളപ്പിക്കാനായിട്ട് വെക്കുക. വെള്ളത്തിൽ ഉപ്പുണ്ടാകുന്ന നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് കഴുകി ഊറ്റി കുതിരാൻ വെച്ചിരുന്ന അരിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ വേറൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യോ ബട്ടറോ എന്ത് വേണേലും എടുക്കുക. അതിലോട്ട് ഞാൻ മാറ്റി വെച്ചേക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്കിത് ആ റൈസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ കൂടെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ സെപ്പറേറ്റ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലോണം ബ്ലാക്ക് കളറിലായിട്ട് നല്ലോണം മുരിച്ചെടുക്കുക. ഈ നേരത്തേക്ക് ചോറും ആ സൈഡിലിരുന്ന് വേവുന്നുണ്ട്. അരി നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നാൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും, അരി വേവത്തില്ല. അങ്ങനെ രണ്ടും 2 അടുപ്പിലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബീഫ് ഏകദേശം നല്ലോണം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ, അതിൻ്റേതായ സമയം എടുത്ത് വേണം ചെയ്യാൻ. ഇത് കഴിയുമ്പോഴത്തേക്ക് അരി നല്ലോണം വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ മുരിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ചാർക്കോളില്ല, പകരം ഞാൻ അതിന് വേണ്ടിയിട്ട് ചിരട്ടയുടെ ഒരു പീസാണ് എടുത്തേക്കുന്നത്. അത് വെച്ച് ആദ്യം അത് കത്തിച്ചെടുക്കുക. കനലായിട്ട് എടുക്കാൻ ഞാൻ അതാണ് എടുത്തത്. എന്നിട്ട് ഈ ബീഫ് നല്ലോണം 4 സൈഡിലോട്ടായിട്ട് മാറ്റിയിട്ട് ജസ്റ്റ് നടുക്കൊരു സ്പേസ് ഉണ്ടാക്കി, അറിയാമല്ലോ സ്മോക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ, അതിലോട്ട് ഞാനൊരു ഫോയിലിൻ്റെ ഒരു ഇത് വെച്ച് അതിലോട്ടാണ് ഈ കനലെടുത്ത് വെക്കുന്നത്. കനൽ വെച്ച് ഒരു ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് അടച്ച് വെക്കുക. ആ പുക ഒട്ടും തന്നെ പുറത്ത് പോകാത്ത വിധത്തിൽ തന്നെ അടച്ച് വെക്കുക.
അതെല്ലാം കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് അപ്പോഴും അതിൻ്റെ ആ ഒരു സ്മോക്ക് ഉണ്ട്. സ്മോക്കി ഫ്ലേവർ വേണമെന്നുള്ളവർ അങ്ങനെ ചെയ്യാവുള്ളൂ, എന്നാലേ അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക.